മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പാടശേഖര കമ്മിറ്റിയുടെ സെക്രട്ടറി കുമാരൻ നായർ ചോദിച്ചു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നെൽകൃഷി ഏകദേശം ഇന്ന് നമ്മുടെ വെമ്പായം പഞ്ചായത്തിന്റെ ദൂരഭാഗങ്ങളിൽ എവിടെ നോക്കിയാലും ഒരിടത്തും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് കൊയ്ത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വെമ്പായം പഞ്ചായത്തിൽ ഇവിടെ കൊഞ്ചിറ പാടശേഖരം എന്നുള്ള ഒരു പേരിൽ മാത്രം ഏകദേശം 5 ഏക്കറോളം സ്ഥലം നെൽകൃഷി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രോത്സാഹനാർത്ഥം കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും അതിനോടുള്ള ഒരു ഉത്കർഷ ഉള്ളതുകൊണ്ട് അവർ ഈ പാടശേഖരത്തിൽ എത്തുകയും ആ കൊയ്ത്തിന് വേണ്ടി ഒരു സഹായം ചെയ്യുകയും ചെയ്യുകയാണ്. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനമുള്ള കൊയ്ത്തുത്സവത്തിന്റെ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന കൊഞ്ചിറ വാർഡ് മെമ്പർ ശ്രീ ജയൻ നായർ, ഇവിടെ എത്തിയിട്ടുള്ള വെമ്പായം ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളായ ശ്രീ സജയൻ, ശ്രീ ഗോപിള്ള, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ കൊഞ്ചിറ പാടശേഖര സമിതിയുടെ സെക്രട്ടറി പ്രസിഡന്റ് മറ്റ് ഭാരവാഹികൾ, ഈ ഉത്സവം ഇന്ന് ഏറ്റെടുത്ത് ഇവിടെ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്ന PSN തേർക്കുട ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ, പ്രിൻസിപ്പൽ, ഇതിന്റെ കൊച്ചു കൂട്ടുകാർ, അതുപോലെ തന്നെ ഈ സംരംഭം തയ്യാറാക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സംഘടന സമിതി ഭാരവാഹികളും, എന്റെ സ്നേഹമുള്ള കൊഞ്ചിറ ഗ്രാമവാസികളും, ഇന്ന് ഈ നിമിഷം നിൽക്കുമ്പോൾ വലിയൊരു സന്തോഷം നിറഞ്ഞ പ്രതീതി എനിക്കിപ്പോൾ ഉണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമാണ് ഞാനൊരു കൊയ്ത്ത് നടത്തുന്നത്. ഇതുവരെ എനിക്കും ഒരു അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ കൂട്ടുകാർക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം നിങ്ങളിന്ന് ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു ജോലി നേടി അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ കുടുംബം സംരക്ഷിക്കുക എന്നതാണ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക മേഖലയാണ് പ്രധാനമായിട്ട് നെൽകൃഷി. എന്റെ കൂട്ടുകാരെ കാണിച്ച ഈ സന്മനസ്സിന് വെമ്പായം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ ആദ്യമായിട്ടുള്ള അഭിനന്ദനം അർപ്പിക്കുന്നു. തുടർന്നും ഇവിടെ ഈ കേട്ട താളത്തോടെ നിങ്ങളറിയാം, അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ താളം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണം. തുടർന്ന് വരുന്ന എല്ലാ കാർഷിക മേഖലകളിലും പഠിത്തത്തോടൊപ്പം വീട്ടിലൊരു കൊച്ചടുക്കളയെങ്കിലും ഉണ്ടാക്കാൻ എന്റെ കൂട്ടുകാർ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മുന്നോട്ട് വന്നുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കാൻ വേണ്ടി വന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ കൊയ്ത്തുത്സവം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂളിലെ ഈ കൊച്ചു മിടുക്കികളും മിടുക്കന്മാരും നിങ്ങളുടെ ഗുരുനാഥന്മാരോടൊപ്പം ഇവിടെ എത്തുകയും ഈ പാടശേഖര സമിതി കാണുകയും ഈ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിന് ഈ പ്രദേശത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഏർപ്പെടുത്തുന്നു. നമസ്കാരം. വരുന്ന പോലും നമുക്കറിയുന്നില്ല. നമ്മൾ വാങ്ങി കടയിൽ നിന്ന് വാങ്ങി ഭക്ഷണം കഴിക്കുന്നു എന്നല്ലാതെ ഇതിന്റെ അധ്വാനം എന്താണ്, ഇത് വിയർപ്പിന്റെ വില എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അത് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഇതിനോടുള്ള ആഭിമുഖ്യം ഉണ്ടാക്കുവാനും മറ്റുള്ള പരിപാടികളാണ് ഞങ്ങൾ ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഇതേപോലെ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. അതും വളരെയധികം വിജയമായിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ല പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആണ് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ യുവതലമുറ സജീവമായിട്ട് കാർഷിക മേഖലയിൽ കടന്നു വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രസിഡന്റ്, മറ്റ് മുഖ്യ വ്യക്തികളെ, എന്റെ കുഞ്ഞുങ്ങൾ, അതായത് നമ്മൾക്ക് ഏറ്റവും എന്നും നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് അരി. അതെങ്ങനെ വരുന്നുവെന്നോ എങ്ങനെയൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ മുന്നിൽ എത്തുന്നുവെന്നോ നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല. അപ്പൊ അതിനോട് അവസരം കൂടെ ഇവിടെ ഉണ്ടാക്കി തന്നതിന് ഈ പരിപാടിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ആശംസിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കും എന്റെ ഹൃദയമായ നമസ്കാരം. എനിക്ക് എത്രത്തോളം സംസാരിക്കാനെന്ന് പറയും. എന്റെ 20ാമത്തെ വയസ്സ് പോലും ഞാൻ കൃഷിക്കറിയാം. ഇപ്പോഴും ഞാൻ 1 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്നു. വാഴയുണ്ട്, പശുകൃഷി, ശാക്കല കൃഷി.
ഇപ്പോൾ ഈ അവസരത്തിൽ കൂടുതലൊന്നും ഞാൻ തന്നെ പറയുന്നില്ല. നമുക്കറിയാം, ഇത്രയും പുതിയ തലമുറയിൽപ്പെട്ട ഒരു വിഭാഗം ഇത്രയും താല്പര്യത്തോടുകൂടി കൃഷിയെയും മറ്റ് കാർഷിക സംരംഭങ്ങളെയും കാണുന്നു എന്ന് തന്നെ വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. നിങ്ങളെ പേരുക്കട സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഏകദേശം 3 വർഷത്തോളം നിരീക്ഷിക്കാനും ചെറിയ രീതിയിലൊക്കെ അതിൽ പങ്കുകൊള്ളാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, ഏറ്റവും വാത്സല്യമുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ വളരെ മഹത്തായ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും പറഞ്ഞു, നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കാർഷിക സംസ്കാരം അല്ലെങ്കിൽ മണ്ണിന്റെ സംസ്കാരം എന്നുള്ളത്. അപ്പൊ അത് നിലനിർത്തേണ്ടത് നമ്മുടെ തന്നെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. Loga,
കന്നൂട്ടാണ് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും കന്നൂട്ടാണ് നിന്റെ കണക്കനും കന്നൂട്ടാണ് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും കൊന്തമ്പല്ല് നിന്റെ കണക്കനും കൊന്തമ്പല്ല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും കൊന്തമ്പല്ല് നിന്റെ കണക്കനും കൊന്തമ്പല്ല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും തെങ്ങുമ്മക്കേറും നിന്റെ കണക്കനും തെങ്ങുമ്മക്കേർ പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും തെങ്ങുമ്മക്കേറും നിന്റെ കണക്കനും തെങ്ങുമ്മക്കേർ പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും കള്ളു കുടിക്കും നിന്റെ കണക്കനും കള്ളു കുടിക്കും പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും കള്ളു കുടിക്കും നിന്റെ കണക്കനും കള്ളു കുടിക്കും പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് നിന്റെ കണക്കൻ എന്റെ കുട്ടിനെ ഒക്കത്തെടുത്ത് ഉമ്മ കൊടുക്കും പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് നിന്റെ കണക്കൻ എന്റെ കുട്ടിനെ ഒക്കത്തെടുത്ത് ഉമ്മ കൊടുക്കും പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് കാക്കച്ചമ്മ കറുത്തിട്ടാണ് കൊച്ചിച്ചമ്മ വെളുത്തിട്ടാണ് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് കാക്കച്ചമ്മ കറുത്തിട്ടാണ് കൊച്ചിച്ചമ്മ വെളുത്തിട്ടാണ് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും കന്നൂട്ടാണ് നിന്റെ കണക്കനും കന്നൂട്ടാണ് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് എന്റെ കണക്കനും കന്നൂട്ടാണ് നിന്റെ കണക്കനും കന്നൂട്ടാണ് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് പിന്നെന്താ മുണ്ടിച്ചേ നമ്മള് തമ്മിൽ കണ്ടാ മിണ്ടിയാല് കണ്ടാ മിണ്ടിയാല് കണ്ടാ മിണ്ടിയാല് കണ്ടാ മിണ്ടിയാല് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും നിന്നെ